സംസ്ഥാനത്ത് ജിംനേഷ്യം അഥവാ ജിമ്മുകൾ കേന്ദ്രീകരിച്ച് നിരോധിത മരുന്നുകളുടെ അനധികൃത വിൽപ്പനയും ഉപയോഗവും വ്യാപകം. നിരോധിത മരുന്നുകൾ സുലഭമായി കിട്ടുന്ന ഓൺലൈൻ സൈറ്റുകൾ വഴിയും വ്യാജ പേരുകളിൽ ഉത്തരേന്ത്യയിൽ പടച്ചുണ്ടാക്കുന്ന സ്റ്റീറോയിഡ്സും വിദേശത്തു നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മുന്തിയ ഇനം സ്റ്റീറോയിഡ്സും ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ബ്ലാക്ക് മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ. നിയമാനുസൃതമായ വിൽപ്പന ലൈസൻസോ ഇറക്കുമതി ലൈസൻസോ ഇല്ലാത്ത മരുന്നുകളാണ് മസിൽ പെരുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ തോന്നുംപടി ശരീരത്തിൽ കുത്തിവെക്കുന്ന മരുന്നുകൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. VS രഞ്ജിത്ത്, ഒപ്പം ആദിൽ പാലോട്, സുനിഷ അയ്യല്ലൂർ, അഞ്ജലി ശ്രീജാരാജ് എന്നിവരാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഈ അന്വേഷണ പരമ്പര നയിക്കുന്നത് VS രഞ്ജിത്താണ്. VS രഞ്ജിത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. VS രഞ്ജിത്ത്, നിരോധിത മരുന്നുകൾ അത് മസിൽ പെരുപ്പിക്കുന്നതിന് വേണ്ടി, മസിലളിയന്മാരായി മാറുന്നതിന് വേണ്ടി ആളുകളിലേക്ക് എത്തുകയാണ്. സുരക്ഷിതമെന്ന് കരുതി പലരും ഇതിൽ കെണിയിൽ വീണ് പോയിട്ടുമുണ്ടാകാം. നമ്മളിപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ ഈ മരുന്നുകൾ, ഈ മരുന്ന് മാഫിയയുടെ ഒരു വൻ ശൃംഖല അതെങ്ങനെയാണ് പടർന്നു കിടക്കുന്നത്? രഞ്ജിത്ത്. സുജിയ, കേരളത്തിലെ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഓൺലൈനിലൂടെയും അല്ലാതെയും വളരെ വ്യാപകമായി ഇത്തരത്തിലുള്ള അനധികൃതമായ സ്റ്റിറോയിഡ് വിൽപ്പനയും എനർജി ബൂസ്റ്റേഴ്സിൻ്റെ വിൽപ്പനയുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികൾ, നമുക്കറിയാം, ഒരു മരുന്ന് ഇന്ത്യയിൽ വിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ഇറക്കുമതി ലൈസൻസ് ഉണ്ടായിരിക്കണം, വിൽപ്പന ലൈസൻസ് ഉണ്ടായിരിക്കണം. ഈ ഇറക്കുമതി ലൈസൻസോ വിൽപ്പന ലൈസൻസോ കാണാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാക്കറ്റുകൾ, അതൊക്കെ ഇവിടെ ലഭ്യമായിട്ടുള്ള പാക്കറ്റുകളാണ്. നമ്മൾ ഇവിടുത്തെ ജിമ്മുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പാക്കറ്റുകളാണ്. ഈ പാക്കറ്റുകളിൽ കാണുന്ന പേരുകൾ നമുക്കറിയാം. ഇപ്പോൾ കെയ്ഫി, പ്രിംബോളിൻ 100 ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുന്ന അവർ പറയുക ബ്രിട്ടനിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേര്. ഏതെങ്കിലും ഒരു ഉടായ്പ പേര് ഉണ്ടാവും, ഒരു വ്യാജ പേരുണ്ടാവും. ആ പേര് ഏതെങ്കിലും ഒരു വിദേശ ബൾഗേറിയ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലായിരിക്കും. പക്ഷേ അതിന് മുകളിൽ ലൈസൻസ് നമ്പർ ഉണ്ടായിരിക്കില്ല, വിൽപ്പന നമ്പർ ഉണ്ടായിരിക്കില്ല, മാക്സിമം റീറ്റെയിൽ പ്രൈസ് അഥവാ MRP രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പല മരുന്നുകൾക്ക് മുകളിലും അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് പോലും സൂചിപ്പിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ് ഒരു പ്രീ വർക്കൗട്ട് എനർജി ബൂസ്റ്റർ കുത്തിവെക്കാറുണ്ട്. അത് നേരിട്ട് ഞരമ്പുകളിലേക്ക് അശാസ്ത്രീയമായി കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുത്തിവെക്കുന്ന നൈട്രിക് ഓക്സൈഡ് പോലുള്ള വസ്തുക്കൾ അതൊരു ചെറിയ ബോട്ടിലാണ്. ആ ബോട്ടിലിന് മുകളിൽ അതിൽ എന്താണ് കണ്ടന്റ് എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓൺലൈൻ വഴിയും അതുപോലെ ഇതുപോലുള്ള വ്യാജ ഏജന്റുമാർ വഴിയുമൊക്കെ ഈ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അത്ലറ്റുകൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നോ ഈ കണ്ടന്റ് ഏതെങ്കിലും ഏജൻസികൾ പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റിൽ ഒരു മരുന്ന് വിൽക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് ഇന്ത്യയിൽ പരിശോധന നടക്കും. പക്ഷേ അത്തരത്തിലൊരു പരിശോധനയും നടക്കാതെയാണ് ഇവിടെ ഈ മരുന്നുകൾ, ഈ സ്റ്റിറോയിഡുകൾ വിൽക്കുന്നത്. ആ സ്റ്റിറോയിഡുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലും അത് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളിലേക്കൊന്ന് പോകാം. VS രഞ്ജിത്ത്, വ്യാജമായി ഇത് മേൽവിലാസങ്ങൾ അടക്കം വ്യാജമാക്കിയാണ് ഈ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. അതിന്റെ ഒരു പുറത്തുവിടൽ നമുക്ക് ഓരോ ഘട്ടങ്ങളായി, ഓരോ വിവരങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്.